നമസ്കാരം. എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 6 അനാട്ടമിയിലെ ടിഷ്യൂസ് അഥവാ കലകൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. പലതരം കലകളുണ്ട്. അതിൽ ആദ്യം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെരിസ്റ്റമാറ്റിക് കലകൾ, അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിൽ. എന്താണ് കലകൾ അഥവാ ടിഷ്യൂസ്? ഒരു പൊതുവായ ഉത്ഭവത്തിൽ നിന്നും ഉണ്ടായ ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളെ, സെല്ലുകളെയാണ് കലകൾ എന്ന് പറയുന്നത്. അതായത് ഒരേ സ്ട്രക്ചറുള്ള, ഒരേ ഫംഗ്ഷനുള്ള, ഒരേ ഒറിജിൻ, ഉത്ഭവം ഒരുപോലെയുള്ള ഒരു കൂട്ടം കോശങ്ങളെയാണ് കലകൾ എന്ന് പറയുന്നത്. അപ്പൊ കലകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരേപോലുള്ള, ഒരേ ധർമ്മമുള്ള, ഒരുപോലെ ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടം കോശങ്ങൾ കൊണ്ടാണ്. ഒരു സസ്യം, ഒരു പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് വിവിധ കലകൾ കൊണ്ടാണ്. പലതരം ടിഷ്യൂസ് കൊണ്ടാണ് ഒരു പ്ലാന്റ് ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. ഇവയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആഗിരണം, അബ്സോർഷൻ, അതുപോലെ സംവഹനം, അതായത് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ പ്രകാശ സംശ്ലേഷണം തുടങ്ങിയ പല ഫങ്ഷൻസിന് വേണ്ടി കലകൾ രൂപപ്പെട്ടിരിക്കുന്നു. കോശങ്ങൾക്ക് വിഭജനശേഷി ഉണ്ടോ ഇല്ലയോ അതിന്റെ അടിസ്ഥാനത്തിൽ കലകളെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. മെരിസ്റ്റമിക കലകളെന്നും സ്ഥിര കലകളെന്നും രണ്ടായിട്ട് തിരിക്കും. അതായത് ഒരു കല എന്ന് പറയുന്നത് ഒരുപാട് സെൽസ്, കോശങ്ങൾ ഉണ്ടല്ലോ. ആ കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവ് ഉണ്ടോ ഇല്ലയോ, അതായത് വിഭജിക്കാനുള്ള കഴിവ്, ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ കലകളെ പ്രധാനമായിട്ട് രണ്ടായി തിരിക്കാം. ഒന്ന് മെരിസ്റ്റമിക് കലകൾ അഥവാ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, ഓർ അതർവൈസ് കാൾഡ് മെരിസ്റ്റം, ആൻഡ് പെർമനന്റ് ടിഷ്യൂ, അതാണ് സ്ഥിരകല. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഡിവിഷന്റെ ബേസിൽ കലകളെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അഥവാ മെരിസ്റ്റമിക കലകൾ. പൂർണ്ണ വളർച്ച എത്താത്തതും കോശങ്ങൾ എപ്പോഴും സജീവമായി വിഭജിച്ചു കൊണ്ടിരിക്കുന്ന കലകളെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അഥവാ മെരിസ്റ്റമാറ്റിക് കലകൾ എന്നറിയപ്പെടുന്നത്. അതായത് എപ്പോഴും ഡിവൈഡ് ചെയ്ത് വിഭജിക്കുന്ന, പൂർണ്ണ വളർച്ച എത്താത്ത ഇമ്മച്ചർ കോശങ്ങളുള്ള കലകളെയാണ് നമ്മൾ മെരിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത്. മെച്ചർ ആയിരിക്കില്ല, എപ്പോഴും ഇമ്മച്ചർ സ്റ്റേജിലായിരിക്കും, എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. മെരിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് നഗേലി എന്ന ശാസ്ത്രജ്ഞനാണ്. പുതിയ കോശങ്ങൾ ഇതിൽ നിന്ന് വിഭജിച്ചുണ്ടാകുന്നു എന്നതുകൊണ്ട് ഇതിനെ ഫോർമേറ്റീവ് ടിഷ്യൂ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിൽ ഒരുപാട് കോശങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത് കലയാണല്ലോ. പലയുള്ള കോശങ്ങളെ മെരിസ്റ്റമിയ കോശങ്ങൾ എന്നും പറയാം. എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ പ്രത്യേകത? ഇവയുടെ കോശങ്ങൾ ഏകദേശം ഒരേ ആകൃതിയിൽ, ഐസോഡൈമെട്രിക് ഷേപ്പ്, അതായത് ഒരേ ആകൃതിയിലായിരിക്കും ഏകദേശം എല്ലാ സെല്ലുകളും. ഒരു കലകൾക്കുള്ളിലുള്ള സെല്ലുകളെല്ലാം ഒരേപോലെ ആയിരിക്കും. ഇവയ്ക്ക് ഇടയ്ക്ക് അറകൾ, സ്പേസ് കാണില്ല. അതായത് കോമ്പാക്ട്ലി പാക്ഡ് ആണ്, വളരെ ഒതുക്കമുള്ള രീതിയിൽ അറകൾ സ്പേസ് ഇല്ലാതെ അടുക്കി വെച്ചിരിക്കുന്നു. അതായത് കോമ്പാക്ട്ലി പാക്ഡ് വിത്തൗട്ട് ഇന്റർ സെല്ലുലാർ സ്പേസസ്, സെല്ലുകൾക്കിടയിൽ സ്പേസ് ഇല്ലാതെ വളരെ അടുക്കി അറേഞ്ച് ചെയ്തിരിക്കുന്നു. കോശഭിത്തി, സെൽവാളിന്റെ പ്രത്യേകത കനം കുറഞ്ഞതും സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതുമായിരിക്കും. ഓരോ കോശത്തിന്റെ നടുക്ക് വളരെ വ്യക്തമായിട്ടുള്ള മർമ്മം അഥവാ ന്യൂക്ലിയസ് കാണപ്പെടുന്നു. ഇവയിൽ ആഹാരം സംഭരിച്ച് വെക്കില്ല, അതാണ് ഒരു പ്രത്യേകത. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് കാണില്ല, ആഹാരം ശേഖരിച്ച് വെക്കാറില്ല. അതുപോലെ തന്നെ ഫേനം സാധാരണഗതിയിൽ ആബ്സെന്റ് ആയിരിക്കും, കാണപ്പെടുന്നില്ല, അഥവാ ഉണ്ടെങ്കിൽ വളരെ ചെറുതായിരിക്കും. അതുപോലെ സസ്യങ്ങളുടെ വളർച്ച നടക്കുന്ന ഏത് ഭാഗത്തും നമുക്ക് മെരിസ്റ്റംസിനെ കാണാൻ പറ്റും. ഒരു ചെടിയുടെ കാണ്ഡത്തിന്റെ ടിപ്പില്, റൂട്ടിന്റെ ടിപ്പില്, ബ്രാഞ്ചിന്റെ ഒക്കെ ടിപ്പ്, അതായത് ടിപ്പ് ഭാഗത്താണെങ്കിൽ എപ്പോഴും ഗ്രോത്ത് നടക്കുന്നത്. അങ്ങനെയുള്ള ഗ്രോത്ത് നടക്കുന്ന ഗ്രോയിങ് പോയിന്റുകളിൽ നമുക്ക് എന്ത് കാണാം? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കാണാം. മെരിസ്റ്റമിക കലകളെ, അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ അതിന്റെ ഉത്ഭവം, ഒറിജിൻ, അതിന്റെ സ്ഥാനം എവിടെയാണ് കാണപ്പെടുന്നത്, പൊസിഷൻ, ദെൻ പ്ലെയിൻ ഓഫ് ഡിവിഷൻ, അതായത് സെൽ ഡിവിഷന്റെ രീതി, കോശ വിഭജന രീതി എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് മൂന്ന് രീതിയിൽ നമ്മൾ ക്ലാസ് ചെയ്യും. അതിൽ ഒന്നാമത്തെ രീതിയാണ് സസ്യ ശരീരത്തിലെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ചെടികളിൽ എവിടെയാണ് ഈ മെരിസ്റ്റം കാണപ്പെടുന്നത്, സ്ഥാനം, പൊസിഷന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും മെരിസ്റ്റത്തിനെ മൂന്നായിട്ട് തിരിക്കാം. അഗ്ര മെരിസ്റ്റം അഥവാ എപ്പിക്കൽ മെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം അഥവാ ഇന്റർകാലറി മെരിസ്റ്റം, പാർശ്വ മെരിസ്റ്റം അഥവാ ലാറ്ററൽ മെരിസ്റ്റം. ചിത്രം ഒന്ന് നോക്കാം. ഒരു സ്റ്റെം ആണെന്ന് സങ്കല്പിക്കുക. ഈ സ്റ്റെമ്മിന്റെ ഏറ്റവും ടിപ്പിൽ, അതായത് ഏറ്റവും അറ്റ ഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് അഗ്ര മെരിസ്റ്റം അഥവാ എപ്പിക്കൽ മെരിസ്റ്റം. പിന്നെ അങ്ങോട്ട് മെരിസ്റ്റം കഴിഞ്ഞാൽ നമുക്കറിയാം മെരിസ്റ്റംസ് പിന്നീട് മെച്ചുർ ആകും, പെർമനന്റ് ടിഷ്യൂ, സ്ഥിര കലകളായിട്ട് മാറും. പിന്നെ താഴോട്ടെല്ലാം സ്ഥിര കലകളാണ്. അങ്ങനെ സ്ഥിര കലകളുടെ, പെർമനന്റ് ടിഷ്യൂസിന്റെ ഇടയിലും ചിലപ്പോൾ മെരിസ്റ്റം കാണും. നോഡ് റീജിയൻ, ഇലകളുടെ നോഡ് റീജിയനിലും ഇന്റർനോഡ് റീജിയനിലും നമുക്ക് മെരിസ്റ്റംസിനെ കാണാൻ പറ്റും. അത്തരം മെരിസ്റ്റത്തിനെയാണ് പർവാന്തരം, ഇന്റർനോഡിനെയാണല്ലോ പർവാന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റത്തിനെ
പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ സൈഡിലായിട്ട് ഏറ്റവും താഴോട്ട് വരുമ്പോൾ വണ്ണം വയ്ക്കുന്ന ഭാഗത്തെത്തുമ്പോൾ അവിടെ സൈഡിലായിട്ട് പാർശ്വവശങ്ങളിലും മെരിസ്റ്റം കാണാൻ കഴിയും. അതിനെ പാർശ്വ മെരിസ്റ്റം എന്ന് പറയും. അതിൽ ആദ്യത്താണ് അഗ്രമെരിസ്റ്റം അഥവാ എപ്പിക്കൽ മെരിസ്റ്റം. ഒരു സസ്യത്തിന്റെ പ്ലാന്റിന്റെ സ്റ്റെമ്മിന്റെയോ റൂട്ടിന്റെയോ ടിപ്പിൽ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമായിരിക്കും. റൂട്ടും ഇതേപോലെ സ്റ്റെമ്മിനെ പോലെ താഴോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സ്റ്റെം മുകളിലോട്ട് വളരുമ്പോൾ റൂട്ട് താഴോട്ട് വളരുന്നു. ഈ രണ്ടിന്റെയും ടിപ്പ് ഭാഗത്ത് അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റത്തിനെയാണ് എപ്പിക്കൽ മെരിസ്റ്റം അഥവാ അഗ്രമെരിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നീളം വയ്ക്കാൻ സഹായിക്കും. പ്ലാന്റ് ബോഡിയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. വളർച്ചയുടെ സമയത്ത് ഇത്തരം കലകളിലെ കുറച്ച് ഭാഗങ്ങൾ കോശങ്ങൾ കാണ്ഡത്തിന്റെ നോഡ് ഭാഗത്ത് നിലനിൽക്കുന്നു, അതായത് തുടരുകയും ചെയ്യും. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നോഡ് ഭാഗം എത്തുമ്പോൾ കുറച്ച് കോശങ്ങൾ അവിടെ തങ്ങി നിൽക്കും. അതാണ് പിന്നീട് ആക്സിലറി ബഡ് അല്ലെങ്കിൽ അക്ഷീയ മുകുളങ്ങളായിട്ട് മാറുകയും പിന്നീട് അത് ഫ്ലവറോ ബ്രാഞ്ചോ ആയിട്ട് മാറുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ടൈപ്പാണ് പർവാന്തര മെരിസ്റ്റം. അതായത് ചിത്രം നോക്കുക, ഏറ്റവും ടിപ്പിൽ എപ്പിക്കൽ മെരിസ്റ്റം ആണെങ്കിൽ തൊട്ട് താഴോട്ടുള്ള റീജിയൻസ് എല്ലാം സ്ഥിര കലകളാണ്. അത് പെർമനന്റ് ടിഷ്യൂസ് ആണ്, മെച്ചുറായ ടിഷ്യൂസ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് ഭാഗത്ത് അതായത് നോഡും ഇന്റർനോഡ് ഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റത്തിനെയാണ് പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. സാധാരണ മോണോകോട്ട് പ്ലാന്റ്സിന്റെ ഗ്രാസിന്റെ ഒക്കെ പ്രത്യേകത, പുല്ലിന്റെ ഒക്കെ പ്രത്യേകത, അവയുടെ ഇന്റർനോഡിന്റെ ഭാഗം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പശു, സസ്യഭുക്കായ പശു വന്നിട്ട് ആ പുല്ല് തിന്നിട്ട് പോയി, അതിന്റെ ബേസ് കുറച്ച് ഭാഗം കാണ്ടം നിർത്തിയിട്ട് മുകൾ ഭാഗം തിന്നുകൊണ്ട് പോയി, അത് മുറിച്ച് തിന്നുകൊണ്ട് പോയി. ആ മുറിഞ്ഞ ഭാഗത്ത് നിന്ന് വീണ്ടും ആ സ്റ്റെമ്മിന്റെ പുനരുൽപാദനം നടക്കാൻ സഹായിക്കുന്നത് അവിടെ കാണപ്പെടുന്ന പർവാന്തര മെരിസ്റ്റം. അതായത് ആ സ്റ്റെമ്മിൽ പർവാന്തര മെരിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഗ്രാസിനൊക്കെ റീജനറേഷൻ, പുനരുൽപാദനം നടക്കുന്നത്. അതുപോലെ അഗ്രമെരിസ്റ്റത്തിനെ പോലെ ഇതും നീളം വെക്കാൻ സഹായിക്കും, അതായത് സ്റ്റെമ്മ് ഇലോങ്ങേറ്റ് ചെയ്യാൻ സഹായിക്കും. അടുത്താണ് പാർശ്വ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. സാധാരണ ഒരു പ്ലാന്റ് ബോഡിയുടെ വളർച്ച രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം. പ്രാഥമിക വളർച്ചയും ദ്വിതീയ വളർച്ചയും, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രോത്ത്. അത് സീസണലാണ്. ഒരു ചെടി മാക്സിമം നീളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വണ്ണം വയ്ക്കും. നീളം വയ്ക്കുന്ന ഗ്രോത്തിനെ പ്രൈമറി ഗ്രോത്ത് എന്നും വണ്ണം വയ്ക്കുന്ന ഗ്രോത്തിനെ സെക്കൻഡറി ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അങ്ങനെ സെക്കൻഡറി ഗ്രോത്തിന് കാരണമാകുന്ന, വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന ചെടിയുടെ സൈഡിലായിട്ട് കാണപ്പെടുന്ന പാർശ്വവശങ്ങളിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ് പാർശ്വ മെരിസ്റ്റം അഥവാ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇത് സാധാരണ ജിംനോസ്പെർമിലും ആൻജിയോസ്പെർമിലും മാത്രമേ ഇത് കാണാൻ കഴിയൂ. ഇത്തരം ചെടികൾ മാത്രമേ വണ്ണം വയ്ക്കാറുള്ളൂ അല്ലെ. അതായത് ആവൃത ബീജുകളിലും അനാവൃത ബീജുകളിലും കാണാൻ കഴിയും. ആവൃത ബീജി ആൻജിയോസ്പെർം, അനാവൃത ബീജി ജിംനോസ്പെർമിലും കാണാൻ കഴിയും. ഇത് പൂർണ്ണ വളർച്ചയത്തെ ഭാഗത്ത് മാത്രമേ ഇത് കാണാൻ കഴിയൂ. അതായത് മെച്ചുവർ ആയിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് ലാറ്ററൽ മെരിസ്റ്റം കാണാൻ കഴിയും. ടിപ്പിൽ കാണാൻ കഴിയില്ല. താഴോട്ട് വരുമ്പോൾ ചെടി വണ്ണം വെച്ച് തുടങ്ങാറാവുന്ന ആ ഒരു മെച്ചുറായ ഭാഗത്ത് മാത്രമേ നമുക്ക് ലാറ്ററൽ മെരിസ്റ്റം കാണാൻ കഴിയൂ. ഇവയ്ക്ക് ഏകദേശം ഒരു സിലിണ്ടറിന്റെ ആകൃതിയിലായിരിക്കും, സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും ലാറ്ററൽ മെരിസ്റ്റം കൂടുതലും കാണപ്പെടുന്നത്. പ്രാഥമിക വളർച്ചയ്ക്ക് ശേഷമുള്ള ദ്വിതീയ വളർച്ചയിൽ വണ്ണം വയ്ക്കാൻ, കനം വയ്ക്കാൻ, തിക്നെസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അതിന് എക്സാമ്പിൾ ആണ് ചെടികളുടെ സെക്കൻഡറി ഗ്രോത്ത് സമയത്ത് ഉണ്ടാകുന്ന ഫസിക്കുലാർ ക്യാമ്പിയം, അതായത് സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്കുള്ള വാസ്കുലാർ ക്യാമ്പിയം അല്ലെങ്കിൽ ഫസിക്കുലാർ ക്യാമ്പിയം, കോർക്ക് ക്യാമ്പിയം, അതുപോലെ ഇന്റർ ഫസിക്കുലാർ ക്യാമ്പിയം. ഈ മൂന്ന് തരം ക്യാമ്പിയവും വണ്ണം വെക്കുന്ന സമയത്ത് ആക്റ്റീവ് ആവുന്ന ക്യാമ്പിയംസ് ആണ്. അതിന്റെ മൂന്നിനെയും വേറൊരു തരത്തിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാം, അത് വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ ചെടിയുടെ സൈഡിലായിട്ട് കാണപ്പെടുന്ന സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ഫസിക്കുലാർ ക്യാമ്പിയവും, പിന്നെ ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ ഉണ്ടാകുന്ന കോർക്ക് ക്യാമ്പിയവും, മെഡുലർ റേസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഇന്റർ ഫസിക്കുലാർ ക്യാമ്പിയം ഒക്കെ പാർശ്വ മെരിസ്റ്റത്തിന് എക്സാമ്പിൾ. അപ്പോൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ചെടിയുടെ ഏത് ഭാഗത്ത് സ്ഥാനത്ത് കാണപ്പെടുന്നു അതിന്റെ ബേസിൽ എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം തിരിച്ചു. അഗ്രമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം, പാർശ്വ മെരിസ്റ്റം. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാകുന്നു, ഉത്ഭവം, ഇതിന്റെ ഒറിജിൻ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് വീണ്ടും തിരിക്കാം. പ്രോ മെരിസ്റ്റം, പ്രാഥമിക മെരിസ്റ്റം, ദ്വിതീയ മെരിസ്റ്റം. പ്രോ മെരിസ്റ്റം വളരെ സിമ്പിൾ ആണ്. ഭ്രൂണത്തിന്റെ അവസ്ഥയിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ്. ഒരു എംബ്രിയോ സ്റ്റേജിൽ കാണപ്പെടുന്ന മെരിസ്റ്റം. എംബ്രിയോയിൽ കുറെ സെല്ലുകൾ കാണുമല്ലോ, അവിടെയുള്ള ആ മെരിസ്റ്റത്തിനെയാണ് പ്രോ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഈ പ്രോ മെരിസ്റ്റം നിന്നാണ് ബാക്കിയുള്ള എല്ലാ മെരിസ്റ്റവും പിന്നീട് ഉണ്ടാകുന്നത്. പ്രാഥമിക മെരിസ്റ്റം അതായത് പ്രൈമറി മെരിസ്റ്റം. പ്രോ മെരിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാകുന്ന മെരിസ്റ്റത്തിനെയാണ് പ്രാഥമിക മെരിസ്റ്റങ്ങൾ എന്ന് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ അഗ്രമെരിസ്റ്റം, അതുപോലെ പർവാന്തര മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റത്തില് ഫസിക്കുലർ മെരിസ്റ്റം മാത്രം. ലാറ്ററൽ മെരിസ്റ്റത്തിൽ മൂന്നെണ്ണം പഠിച്ചാൽ രണ്ടെണ്ണം ഉണ്ട്, കോർക്ക് ക്യാമ്പിയവും ഇന്റർ ഫസിക്കുലർ ക്യാമ്പിയം ഉണ്ട്. അത് പ്രാഥമിക മെരിസ്റ്റം അല്ല, പിന്നീട് ആ സമയത്ത് മാത്രം ഉണ്ടാകുന്ന മെരിസ്റ്റമാണ്. എന്നാൽ ചെടിയുടെ
ഉൽപ്പത്തി അതായത് ഉത്ഭവം തൊട്ടേ കാണപ്പെടുന്ന ഒരു മെരിസ്റ്റമാണ് ഫസിക്കുലാർ മെരിസ്റ്റം. സൈലോം ഫ്ലോ ഉണ്ടായി കഴിയുമ്പോഴേ അതിനിടയ്ക്ക് ക്യാമ്പിയം ഉണ്ടാവും. ശരിക്കും ഇതൊരു പ്രാഥമിക മെരിസ്റ്റത്തിന്റെ ഭാഗമാണെങ്കിലും അത് ആക്റ്റീവ് ആവുന്നത് സെക്കൻഡറി മെരിസ്റ്റത്തിന്റെ കൂടെയായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. സെക്കൻഡറി മെരിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ടായിരിക്കും നമ്മൾ ഫസിക്കുലാർ മെരിസ്റ്റം അല്ലെങ്കിൽ വാസ്കുലർ മെരിസ്റ്റത്തിനെ കണക്കാക്കുന്നത്. ശരിക്കും ഇതൊരു പ്രാഥമിക മെരിസ്റ്റം തന്നെയാണ്. അതായത് പ്രോ മെരിസ്റ്റത്തിൽ നിന്നും ഉണ്ടായി വന്ന മെരിസ്റ്റം, ദ്വിതീയ മെരിസ്റ്റം, സെക്കൻഡറി മെരിസ്റ്റം. ഈ മെരിസ്റ്റത്തിന്റെ ഒക്കെ ഫംഗ്ഷൻ എന്താണ്? മാക്സിമം സെല്ലുകളെ ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കുക, പിന്നീട് അവ മെച്ചുവർ ആയിട്ട് പെർമനന്റ് ടിഷ്യൂസ് ആയിട്ട് മാറും. അപ്പൊ എല്ലാ പ്രാഥമിക മെരിസ്റ്റത്തിൽ ഉണ്ടാവുന്ന പുതിയ പുതിയ സെല്ലുകൾ പിന്നീട് മെച്ചുവർ ആവുകയും പെർമനന്റ് ടിഷ്യൂസ് ആയിട്ട് മാറുകയും ചെയ്യും. പെർമനന്റ് ടിഷ്യൂസ് ആയ പിന്നെ ഡിവൈഡ് ചെയ്യാനുള്ള കഴിവില്ലെന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ ബോഡി നിർണ്ണയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെടി വണ്ണം വെക്കുന്ന സമയമായപ്പോൾ ചില പ്രത്യേക അവസരങ്ങളിൽ പെർമനന്റ് ടിഷ്യൂസിന് വീണ്ടും മെരിസ്റ്റമായിട്ട് മാറേണ്ടി വരും. അതായത് ചില അടിയന്തര ഘട്ടങ്ങളിൽ ആ ഒരു പൊസിഷൻ വെച്ചിട്ട് അവിടെയുള്ള പെർമനന്റ് ആയ സ്ഥിരമായ കലകൾ വീണ്ടും മെരിസ്റ്റമായിട്ട് മാറും. അങ്ങനെ ഉണ്ടാവുന്ന രണ്ടാമത് ഒരു മെച്ചറായ സെല്ലിൽ നിന്നും വീണ്ടും ഒരു മെരിസ്റ്റം ഉണ്ടാവുന്നുവെങ്കിൽ അവയാണ് നമ്മൾ ദ്വിതീയ മെരിസ്റ്റം അഥവാ സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയുന്നത്. അവർക്ക് വീണ്ടും വിഭജിക്കാൻ കഴിവ് അപ്പോഴുണ്ടാവും. അതായത് മെച്ചറായി കഴിഞ്ഞ ടിഷ്യൂ ആയിരുന്നു, പക്ഷെ വിഭജിക്കാൻ കഴിവില്ലാത്ത ടിഷ്യൂ ആയിരുന്നു. പക്ഷെ ചില സെർട്ടൈൻ ഒക്കേഷൻസ്, ചില സന്ദർഭങ്ങളിൽ അത് വീണ്ടും എന്തായിട്ട് ആക്ട് ചെയ്യും? മെരിസ്റ്റമായിട്ട് ആക്ട് ചെയ്യേണ്ടി വരും. ആ മെരിസ്റ്റത്തിനെയാണ് സെക്കൻഡറി മെരിസ്റ്റം അഥവാ ദ്വിതീയ മെരിസ്റ്റം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ കോർക്ക് ക്യാമ്പിയവും ഇന്റർ ഫസിക്കുലർ ക്യാമ്പിയവും ഉത്തമ ഉദാഹരണങ്ങളാണ്. കാരണം അത് ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ്, സീസണൽ ആക്ടിവിറ്റി സമയമാകുമ്പോഴായിരിക്കും ഇവ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, അതായത് ഇത് എങ്ങനെ കോശം വിഭജിക്കുന്നു, പ്ലെയിൻ ഓഫ് ഡിവിഷൻ, അതിന്റെ ബേസിൽ നമുക്ക് മെരിസ്റ്റങ്ങളെ വീണ്ടും മൂന്നായിട്ട് തിരിക്കാം. മാസ് മെരിസ്റ്റം, പ്ലേറ്റ് മെരിസ്റ്റം ആൻഡ് റിബ് മെരിസ്റ്റം, ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കും. അതിൽ ആദ്യത്താണ് മാസ് മെരിസ്റ്റം. കോശവിഭജനത്തിന്റെ തലം മൂന്നോ അതിലധികമോ ആയിരിക്കും. അത് പല പല പ്ലെയിനിലൂടെ ഇത് മുറിക്കും. അത് പല തലത്തിലൂടെ പ്ലെയിനുകളിലൂടെ ഇത് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് പുതിയ പുതിയ സെൽസ് ഉണ്ടാകുന്നു. അങ്ങനെ അത് ഒരു കൂട്ടമായിട്ട് ഉണ്ടാകുന്നു, മാസ്സായിട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? മാസ് മെരിസ്റ്റം എന്ന് പേര് വന്നത്. ഇതിന്റെ വളർച്ച എല്ലാ ദിശയിലേക്കും വ്യാപിക്കുകയും ചെയ്യും. അതായത് മാസ്സായിട്ട് സെല്ലുകൾ ഡിവൈഡ് ചെയ്തുണ്ടായിട്ട് പല പല ഡയറക്ഷനിലേക്ക് ഇതിന്റെ ഗ്രോത്ത് നടക്കുകയും ചെയ്യും. നമ്മുടെ ഭ്രൂണ വികാസത്തിന്റെ പ്രാരംഭഘട്ടം, എംബ്രിയോ ഡെവലപ്മെന്റിന്റെ ഏർലി സ്റ്റേജും സ്പൊറാഞ്ചിയയുടെ വികസനം, സ്പൊറാഞ്ചിയൊക്കെ ഡെവലപ്പ് ഉണ്ടാകുന്നതും എൻഡോസ്പോം ബീജാനം ഉണ്ടായി വരുന്നതും അതിന്റെയൊക്കെ വികസനം എല്ലാം ശരിക്കും മാസ് മെരിസ്റ്റത്തിന്റെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് പ്ലേറ്റ് മെരിസ്റ്റം. ഇവിടെ കോശ വിഭജനം പ്രധാനമായും രണ്ട് തലങ്ങളായിട്ടായിരിക്കും നടക്കുന്നത്. രണ്ട് പ്ലെയിനിലൂടെ ആയിരിക്കും കോശം വിഭജിക്കുന്നത്. ഒരു പ്ലേറ്റ് പോലുള്ള ഘടന രൂപപ്പെടുന്നത് കാരണമാകും. അതായത് അങ്ങനെ രണ്ട് തലങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പ്ലേറ്റ് പോലെ, പാളി പോലെ ഉണ്ടാകാൻ കാരണമാകും. ഒരു പാളിയുള്ള പ്ലേറ്റാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിൽ നിന്നും ഉപരിവൃതി എപ്പിഡെർമിസ് ഉണ്ടാവുകയും രണ്ടോ അതിലധികമോ പാളികളായിട്ടുള്ള പ്ലേറ്റാണ് ഉണ്ടാകുന്നതെങ്കിൽ അതാണ് പിന്നീട് മറ്റ് കലകളായിട്ട് മാറുന്നത്. അതായത് ഇവിടെ ഉണ്ടാകുന്ന രണ്ട് തലങ്ങൾ ഉണ്ടാവും, അതിന്റെ ഫലമായിട്ട് പ്ലേറ്റുകളായിട്ട് ഉണ്ടാവും. ഒറ്റ പ്ലേറ്റ് ആയിട്ട് ഉണ്ടാകുന്നതായിരിക്കും മിക്കവാറും എപ്പിഡെർമിസ് ആയിട്ട് മാറുന്നത്. ഒന്നിൽ കൂടുതൽ പ്ലേറ്റുകൾ ചേർത്തിരിക്കുന്ന ഭാഗങ്ങളാണ് പിന്നീട് മറ്റു കലകളായിട്ട് മാറുന്നത്. അടുത്തത് റിബ് മെരിസ്റ്റം. കോശങ്ങൾ ഒരു തലത്തിൽ മാത്രം വിഭജിക്കുകയും അവയവങ്ങളുടെ നീളം വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും. അതിന് കാരണമാവുന്ന രീതിയിൽ വരികളായോ നിരകളായോ ഉത്പാദിപ്പിക്കുകയും ചെയ്യും. അത് ഒറ്റ പ്ലെയിനിലൂടെ ഡിവൈഡ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഓർഗന്റെ ലെങ്ത് കൂടും, നീളം കൂടും. അതിനുവേണ്ടി കോളമായിട്ടോ അതായത് നിരകളായിട്ടോ വരികളായിട്ടോ റോ ആയിട്ടോ ഒക്കെ ഉണ്ടാവാറുണ്ട്. സാധാരണ ഇളം വേരുകളുടെ റൂട്ടിന്റെ ആദ്യ സമയത്തുള്ള ഗ്രോത്ത്, തണ്ടുകളുടെയും കോർട്ടക്സിന്റെയും വികാസം, അതായത് സ്റ്റെമ്മിന്റെയും കോർട്ടിക്കൽ ഭാഗത്തുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നതെല്ലാം ഈ ഒരു ടൈപ്പ് റിബ് മെരിസ്റ്റത്തിന്റെ ഫലമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഈ മെരിസ്റ്റത്തിനെ ഫയൽ മെരിസ്റ്റം എന്നും അറിയപ്പെടാറുണ്ട്. മറ്റൊരു പേര് കൂടെ ഉണ്ട്, റിബ് മെരിസ്റ്റത്തിനെ ഫയൽ മെരിസ്റ്റം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടിഷ്യൂസിലെ മെരിസ്റ്റമ ടിഷ്യൂസ് മാത്രമാണ്. അത് കുറച്ചുള്ളത് കൊണ്ടാണ് അത് മാത്രമായിട്ട് ഒരു ക്ലാസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ പെർമനന്റ് ടിഷ്യൂസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആയ സിമ്പിൾ ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.